വെൽക്കം ടു മാറ്റ്കം. മാറ്റ്കമിന്റെ മറ്റൊരു ലെക്ചർ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാപ്റ്ററാണ് NCERT കെമിസ്ട്രി ക്ലാസ് +2 ചാപ്റ്റർ നമ്പർ 3 കെമിക്കൽ കൈനറ്റിക്സ്. കൈനറ്റിക്സിനകത്ത് നമ്മൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കണ്ടു, റേറ്റ് കോൺസ്റ്റന്റ് കണ്ടു, ഓർഡർ ഓഫ് ദ റിയാക്ഷൻ കണ്ടു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഡർ കണ്ടു, ദ യൂണിറ്റ് ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഇൻ ദി ഡിഫറെന്റ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഓൾസോ നമ്മൾ കണ്ടു. സോ ഇനിയുള്ള the next part is called the molecularity of a reaction. Molecularity of a reaction. Molecularity of a reaction. നമ്മളൊരു റിയാക്ഷനെ കൺസിഡർ ചെയ്യുമ്പോൾ we are taking chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിൽ നടക്കാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഹാപ്പൺ ഇൻ മോർ ദാൻ വൺ സ്റ്റെപ്പിൽ റിയാക്ഷൻ നടക്കാം. ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുന്നത് എങ്കിൽ നമ്മൾ അതിനെ എലമെന്ററി റിയാക്ഷൻ എന്ന് വിളിക്കും. ദെൻ മോർ ദാൻ വൺ സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് വിളിക്കും. ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ കോംപ്ലക്സ് റിയാക്ഷൻ. when you are considering a chemical reaction, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കെമിക്കൽ റിയാക്ടന്റുകൾ അല്ലെ റിയാക്ടന്റ് മോളിക്യൂൾസ് സൈമൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. നമ്മളൊരു കെമിക്കൽ റിയാക്ഷനെ കൺസിഡർ ചെയ്യുമ്പോൾ അസ്യൂം ദാറ്റ് ഒരു കോംപ്ലക്സ് റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കോംപ്ലക്സ് റിയാക്ഷന് മോർ ദാൻ വൺ സ്റ്റെപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു കോംപ്ലക്സ് റിയാക്ഷന് മോർ ദാൻ വൺ സ്റ്റെപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഒരു സ്റ്റെപ്പ് ആയിരിക്കും ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ഇതെങ്ങനെ മനസ്സിലാക്കാം? ഫോർ എക്സാമ്പിൾ, ഒരു വീട് കൺസ്ട്രക്ഷൻ നടക്കുവാണ്. സോ ഈ വീട് കൺസ്ട്രക്ഷൻ നടക്കുന്ന കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ അടുത്ത് വരെ ലോറി വരത്തില്ല. സോ ലോറി വരുന്നത് ഇതിനടുത്തുള്ളൊരു സ്ഥലം വരെ മാത്രമേ ലോറി വരത്തുള്ളൂ. ലോറി വന്ന് ലോറിയിൽ കട്ട കൊണ്ടുവന്നിരിക്കും. സോ ഈ കട്ട ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ചുമന്നുകൊണ്ട് വരിക എന്നൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറെ ആളുകളെ ലൈനായിട്ട് നിർത്തി, 5 പേര് ലൈനായിട്ട് നിർത്തി ഈ വണ്ടി എന്നൊരാൾ ബ്രിക്ക് എടുത്ത് ഇയാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അയാൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അയാൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അയാൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അയാൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഈ എല്ലാവരും ഒരേ പേസിലാണ് ഈ കട്ട കൈമാറുന്നത്. ഫോർ എക്സാമ്പിൾ, കട്ട ഒരാളുടെ കയ്യിൽ കിട്ടി, അയാൾ അടുത്ത ആളുടെ കയ്യിലേക്ക് കട്ട കൊടുക്കുന്നു. അപ്പൊ ഈ കട്ട കൊടുക്കുന്നതിനും കട്ട വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും എടുക്കുന്ന സമയം എല്ലാവരും ഒരേ ഈക്വൽ ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഈ ട്രാൻസ്ഫർ നടന്നുകൊണ്ടേയിരിക്കും. അസ്യൂം ദാറ്റ് ഇതിനിടയിലുള്ള ഒരാൾ കട്ട വാങ്ങി അത് തിരട്ട കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയം ബാക്കിയുള്ളവർ എടുക്കുന്നതിനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് ഹി ഈസ് എ സ്ലോവസ്റ്റ് പേഴ്സൺ ഇൻ ദ വർക്കിംഗ്. അങ്ങനെയാണ് എങ്കിൽ ഈ പറയപ്പെടുന്ന എത്ര കട്ട കൈമാറി എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കപ്പാസിറ്റി ഓഫ് ദിസ് പർട്ടിക്കുലർ പേഴ്സൺ. ഈ പറയപ്പെടുന്ന വ്യക്തി എത്രത്തോളം സ്ലോ ആയിട്ടാണോ അല്ലെങ്കിൽ എത്ര ടൈം എടുത്താണോ കട്ട കൈമാറുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ബ്രിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും എത്ര കട്ട ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻ ദ സെയിം വേ നമ്മളൊരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ആ കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് അല്ലെങ്കിൽ പേസ് എന്ന് പറയുന്നത്, അതിനകത്ത് ഇപ്പോൾ 3 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും സ്ലോ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പ് അല്ലെങ്കിൽ ഏറ്റവും അധികം ടൈം കൺസ്യൂം ചെയ്യുന്ന സ്റ്റെപ്പ് ആയിരിക്കും ഡിറ്റർമൈൻ ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് will be the slowest step. The slowest step ആയിരിക്കും the rate determining step എന്ന് പറയുന്നത്. സോ നമ്മൾ മോളിക്കുലാരിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കോംപ്ലക്സ് റിയാക്ഷന്റെ മോളിക്കുലാരിറ്റിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ എടുക്കുക ആ കോംപ്ലക്സ് റിയാക്ഷന്റെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ആയിരിക്കും. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കെമിക്കൽ റിയാക്ടന്റ് മോളിക്യൂളുകൾ തമ്മിൽ കൊളൈഡ് ചെയ്താണ്. സോ നമ്മളപ്പം ഒരു എലമെന്ററി റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു സ്റ്റെപ്പിൽ മാത്രം കഴിയുന്ന റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ the number of reacting molecules collide simultaneously in order to bring about a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടി സൈമൾട്ടേനിയസ് ആയി കൊളൈഡ് ചെയ്യപ്പെടുന്ന റിയാക്ടന്റ് മോളിക്യൂളുകളുടെ എണ്ണമാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. സോ ദ മോളിക്കുലാരിറ്റി, it is the number of reactant molecules collide simultaneously in order to bring a chemical reaction. For which one? For an elementary reaction. Elementary reaction means ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം എത്ര റിയാക്ടന്റ് മോളിക്യൂളുകൾ സൈമൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്താണോ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് അതിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുന്നത്.
ഫൈൻ. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ബൈമോളിക്കുലർ റിയാക്ഷൻ, അതായത് ഒരു റിയാക്ഷനകത്ത് രണ്ട് റിയാക്ടന്റ് മോളിക്കൂൾ ഉണ്ടെങ്കിൽ ആ രണ്ട് റിയാക്ടന്റ് മോളിക്കൂളുകൾക്ക് പരസ്പരം കൊളൈഡ് ചെയ്ത് റിയാക്ഷൻ നടക്കാം. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 3 മോളിക്കൂൾ ഉണ്ടെങ്കിൽ 3 മോളിക്കൂളിന് സൈമൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ 2 മോളിക്യൂൾസ് ക്യാൻ കൊളൈഡ് സൈമൾട്ടേനിയസ്ലി, ബട്ട് 3 മോളിക്യൂൾസ് ഒന്നിച്ച് കൊളൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. സോ ദാറ്റ് മീൻസ് if it is becoming a what I can say molecularity become 3 or molecularity become 4 is very less, alle very rare. 4 ഒന്നും practically possible അല്ല. കാരണം molecularity എന്ന് പറയുന്നത് the number of molecules collide simultaneously at the same time the molecules has to collide. സോ ഒരേ സമയത്ത് കൊളൈഡ് ചെയ്യപ്പെടുന്ന മോളിക്യൂളുകളുടെ എണ്ണത്തെയാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് എങ്കിൽ യൂഷ്വലി മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, യൂഷ്വൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 4 എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. So what is the application of molecularity? Molecularity is basically used in order to predict the mechanism of a chemical reaction. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷൻ നടക്കുന്ന പാത്വേ, ആ റിയാക്ഷൻ നടക്കുന്ന പാത്വേ ആണ് നമ്മൾ മെക്കാനിസം എന്ന് പറയുന്നത്. പോസിബിൾ പാത്വേ, നോട്ട് ഈസ് എക്സാക്ട് വൺ. ആ കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റും ആ കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ പെർസെന്റേജിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സയന്റിഫിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കൺവെൻഷൻസ് വെച്ച് നമ്മൾ എഴുതുന്ന ഒരു പാത്വേ ആണ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ മെക്കാനിസംസ് എഴുതാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, മെക്കാനിസം എഴുതാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മോളിക്കുലാരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ മോളിക്കുലാരിറ്റിയും ഓർഡറും എന്താന്ന് കണ്ടു. അപ്പൊ ഈ ഓർഡർ എന്ന് പറയുന്ന ഒരു കാര്യം, ഓർഡർ ഈസ് ബേസിക്കലി ലൈക്ക് ആൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ കാര്യം എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്യുന്നു, എന്നിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എ എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് ഉണ്ട്. എ എന്ന് പറയുന്ന റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ 2 ടൈംസ് ആക്കിയപ്പോൾ നമ്മുടെ റേറ്റ് എന്ന് പറയുന്ന 4 ടൈംസ് ആയാൽ അതിന്റെ അർത്ഥം എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എ ഓർഡർ ഇസ് ഗോയിങ് ടു ബി 2. വൈ? ഫോർ എക്സാമ്പിൾ, എ ആയിരുന്നു കോൺസെൻട്രേഷൻ എങ്കിൽ ആ സമയത്ത് റേറ്റ് 6 ആയിരുന്നു. എ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ 2 ടൈംസ് ആയപ്പോൾ റേറ്റ് 4 ടൈംസ് ആയെങ്കിൽ ഇത് കിട്ടണ എന്ത് വേണം? റേസ് ടു ദ പവർ ഓഫ് 2 വേണം. സോ ദ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത് എന്ത് വരും? 2 വരും. കാരണം എങ്കിൽ മാത്രമേ 2 റേസ് ടു 2 4 കിട്ടത്തുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ആയിട്ട് നമുക്ക് എക്സ്പെരിമെന്റൽ ആയിട്ട് കിട്ടുന്ന റിസൾട്ടുകളിൽ നിന്നാണ് നമ്മൾ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഓർഡർ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കറിയാം 0 ആകാം. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സ്പെസിഫിക് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ റിയാക്ഷന്റെ റേറ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് 0. ഓർഡർ ക്യാൻ ബി 0. ഓർഡർ ക്യാൻ ബി ഫ്രാക്ഷൻ. ഓർഡർ ക്യാൻ ബി ഫ്രാക്ഷൻ. ബട്ട് വെൻ യു ആർ കൺസിഡറിങ് മോളിക്കുലാരിറ്റി cannot be 0. Why? ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഇസ് നമ്പർ ഓഫ് റിയാക്ടിംഗ് മോളിക്യൂൾ. നമുക്കറിയാം ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ടന്റ് മോളിക്യൂളുകൾ കൊളൈഡ് ചെയ്യണം. അപ്പൊ ആ റിയാക്ടന്റ് മോളിക്യൂൾ കൊളൈഡ് ചെയ്യുന്നവരുടെ എണ്ണം 0 ആണെങ്കിൽ ആ റിയാക്ഷനെ നടക്കില്ലെന്ന് അർത്ഥം. അപ്പൊ ഇറ്റ് കനോട്ട് ബി 0. സോ ഇറ്റ് കനോട്ട് ബി 0. ഫസ്റ്റ് തിങ്. അനദർ തിങ്, ഇറ്റ് കനോട്ട് ബി നോൺ ഇന്റിജർ. ഇറ്റ് കനോട്ട് ബി നോൺ ഇന്റിജർ. കാരണം ഒരിക്കലും ഹാഫ് മോളിക്യൂൾ കൊളൈഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഒരു മോളിക്യൂൾ കൊളൈഡ് ചെയ്യാം, അല്ല 2 മോളിക്യൂൾ കൊളൈഡ് ചെയ്യാം. ഒരിക്കലും ഹാഫ് മോളിക്യൂൾ കൊളൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് കനോട്ട് ബി ഇന്റിജർ. Sorry, it cannot be non-integer. Non-integer ആവാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. So when you're considering the order can be 0 or order can be a fraction. So when you're considering the order is applicable for both the elementary reaction. Order is applicable for both the elementary reaction as well as complex reaction. അതായത് ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനിലും നമുക്ക് ഇത് ഉപയോഗിക്കാം, അല്ല മോർ ദാൻ 1 സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനിലും നമുക്ക് ഈ പറയപ്പെടുന്ന ഓർഡർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫൈൻ. When you are considering molecularity, the molecularity can be applied. The molecularity can be applied only for elementary reaction. കാരണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയത് എങ്ങനെയാ? For an elementary reaction, the number of reactant molecules collide simultaneously in order to bring about a chemical reaction. ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനിൽ റിയാക്ടന്റ് മോളിക്യൂളുകൾ കൊളൈഡ് ചെയ്യുന്ന സൈമൾട്ടേനിയസ് ആയി കൊളൈഡ് ചെയ്യപ്പെടുന്ന റിയാക്ടന്റ് മോളിക്യൂളുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. സോ മോളിക്കുലാരിറ്റിക്ക് ഹാവ് നോ സിഗ്നിഫിക്കൻസ് ഓവർ ദെയർ. ഇനി നമ്മൾ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ എടുക്കുവാണെങ്കിൽ ഒരു കോംപ്ലക്സ് റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് വിളിക്കുന്നത്. ആ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പിന്റെ നമ്മൾ ആ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ ആ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പിന്റെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് നത്തിങ് ബട്ട്
നത്തിങ് ബട്ട് എന്തായിരിക്കും ആ റിയാക്ഷന്റെ ഓർഡർ ആയിരിക്കും. കാരണം ഒരു റിയാക്ഷന്റെ ഓർഡറിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. കാരണം റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് സ്ലോ ആണെങ്കിൽ അതനുസരിച്ച് റിയാക്ഷന്റെ റേറ്റും സ്ലോ. അപ്പോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പിന്റെ മോളിക്കുലാരിറ്റി ആയിരിക്കും. കാരണം റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സ്റ്റെപ്പ്. ആ സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോളിക്കുലാരിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. നമ്പർ ഓഫ് റിയാക്ടിംഗ് മോളിക്യൂൾസ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ ആണ് മോളിക്കുലാരിറ്റി. ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ റേറ്റ് ലോ അല്ലെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുമ്പോൾ റിയാക്ടന്റ് മോളിക്യൂളുകളുടെ കോൺസെൻട്രേഷൻ റേസ് ടു സം പവർ, ഏതോ ഒരു പവറിനോട് നമ്മൾ റേസ് ചെയ്യും. ആ പവറുകളുടെ സ്റ്റോഷിയോമെട്രിക് പവറുകളുടെ സമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡർ എന്ന് പറയുന്നത്. സോ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെരിമെന്റൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ എക്സിന്റെയും വൈയുടെയും വാല്യൂ എടുക്കുന്നത്. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ when you are taking a question, the conversion of molecules x to y follows second order kinetics. The conversion follows x to y follows second order kinetics. If the concentration of x is increased to 3 times, how will it affect the rate of the formation of y? For example, in the reaction, they are telling that the x is getting converted to y. It is following a second order kinetics. They are telling that x in the concentration എന്ന് പറയുന്നത് 3 times ആക്കുവാണെങ്കിൽ എങ്ങനെ ഇത് റിയാക്ഷൻ റേറ്റിനെ അഫക്ട് ചെയ്യും? നമുക്കറിയാം എക്സ് എന്ന് പറയുന്ന y കൺവേർട്ട് ആവുന്നുണ്ടെങ്കിൽ റേറ്റ് എങ്ങനെ എഴുതുന്നത്? റേറ്റ് ഈസ് ഈക്വൽ ടു rate constant into concentration of the reactant raised to the power of order. എത്രയാണ് ഓർഡർ? ഒരു സിംഗിൾ റിയാക്ടറിന്റെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് എഴുതാം. അല്ലെങ്കിൽ എയും ബിയും ഉണ്ടായിരുന്നു, നമ്മൾ എങ്ങനെ എഴുതായിരുന്നു? എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ എന്ന് എഴുതാനാണ്. ഇവിടെ അതിന്റെ ആവശ്യമില്ല, കാരണം സിംഗിൾ റിയാക്ടറിന്റെ ഉള്ളൂ. നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് വിൽ ബി ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റേസ് ടു 2 വൈ. ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. അപ്പൊ ഇത് R1. ഓക്കെ, നമ്മളോട് എന്നാ പറഞ്ഞിരിക്കുന്നത്? എക്സിന്റെ കോൺസെൻട്രേഷനെ നമ്മൾ 3 times ആക്കുന്നു. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് R2. The next rate R2 is equal to rate constant into reaction rate എന്താവുന്നു? 2 times ആവുന്നു. That means concentration എന്ന് പറയുന്നത് 3 times ആവുന്നു. So the x will be changes to 3x. The x is getting changes to 3x. x എന്ന് പറയുന്നത് 3x ആവുന്നു. 3x raised to 2. So ഇതെന്ത് വരും? That is equal to k into 3 square and 9 into the concentration of x square. That is equal to 9 into k into concentration of x square. അപ്പൊ നമ്മൾ നോക്കി R1ഉം R2ഉം കമ്പയർ ചെയ്താൽ R1ന്റെ 9 times ആണ് R2. So what you can write? R1 is equal to 9, R2 is equal to 9 into R1. So what will affect the rate of formation of y? The rate of formation of 9 will become, rate of formation of y will become 9 times. അതായത് ഒരു റിയാക്ഷൻ അത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്. എക്സിന്റെ കോൺസെൻട്രേഷൻ 3 times ആക്കുമ്പോൾ വൈയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് 9 times ആവും. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, ഈ നമ്മളൊരു റിയാക്ഷനകത്ത് നമുക്കൊരു റേറ്റ് ലോ തരുവാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു റിയാക്ഷൻ അത് റേറ്റ് ലോ തരുന്നു. റേറ്റ് ലോ എങ്ങനെയാണ്? R ഈസ് ഈക്വൽ ടു ദ റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 1/2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയർ. ഇതിന്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ റേസ് ടു പവറുകളുടെ സം എടുക്കുക. സോ ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്ത് വരും? 1/2 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. നമുക്ക് എന്താ കിട്ടിയേ? ഒരു ഫ്രാക്ഷൻ. 1/2 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2. 1/2 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2. നമുക്ക് എന്ത് കിട്ടി? നമുക്കൊരു ഫ്രാക്ഷണൽ ഓർഡർ ആണ് കിട്ടിയത്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിന് ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, ഡിഫറെന്റ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതുകൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.